ഹായ് ഓൾ, ഐ എം കീർത്തി സഹദേവൻ. വെൽക്കം ടു മൈ ചാനൽ ടെക് നോട്ട്സ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി VLSIയുടെ കുറേ ടോപ്പിക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. KTU സിലബസിലെ മൊഡ്യൂൾ 4, 5, 6 കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 3 മൊഡ്യൂളിലെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. സോ നമ്മൾ ഓൾറെഡി 3rd മൊഡ്യൂളിൽ കുറേ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്. CMOS ഇൻവെർട്ടറിൻ്റെ വർക്കിംഗ്, അതിൻ്റെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ പവർ ഡിസിപ്പേഷൻ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMOS ഇൻവെർട്ടറിൻ്റെ DC ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. DC ക്യാരക്ടറിസ്റ്റിക്സ് ഡിറ്റർമൈൻസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് വി. ഒരു CMOS ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്. നമുക്ക് ഓൾറെഡി അറിയാം, ഇൻപുട്ട് ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അപ്പോൾ ഇൻപുട്ട് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിൽ എങ്ങനെയാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ചേഞ്ച് വരിക? അതാണ് DC ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. എപ്പോഴും ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഔട്ട്പുട്ട് ഇൻപുട്ട് റിലേഷനാണ്. സോ വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് റിലേഷൻ ആയിരിക്കും. അത് തന്നെയല്ലേ DC ക്യാരക്ടറിസ്റ്റിക്സിനും പറയുക. സോ CMOS ഇൻവെർട്ടറിൻ്റെ DC അനാലിസിസ്, DC ക്യാരക്ടറിസ്റ്റിക്സ്, എൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഡിറ്റർമൈൻസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് വി. സോ എങ്ങനെയാണ് നമ്മൾ അതിനെ പ്ലോട്ട് ചെയ്യുക? ബൈ വേരിയിങ് ഇൻപുട്ട് വോൾട്ടേജ് ഇൻ ദ റേഞ്ച് ഫ്രം 0 volt to VDD. സോ ഇൻപുട്ട് വോൾട്ടേജിനെ 0യിൽ നിന്ന് VDDയിലേക്ക്, നമ്മൾ മാക്സിമം വോൾട്ടേജ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എത്രയാണ്? VDD ആണ്. സോ 0യിൽ നിന്ന് VDDയിലേക്ക് എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നു. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് ഒബ്സർവ് ചെയ്ത് പ്ലോട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സോ ഇവിടെ ഇൻപുട്ട് 0 volt ആണെങ്കിൽ, CMOS ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് 0 volt ആണെങ്കിൽ ഔട്ട്പുട്ട് നമ്മൾ തിയററ്റിക്കലി എന്താണ് പറയുക? VDD ആണ്. സോ ഇൻപുട്ട് ലോ ആണെങ്കിൽ, ഏറ്റവും ലോവസ്റ്റ് വോൾട്ടേജ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഏറ്റവും ഹയസ്റ്റ് വോൾട്ടേജ് VDD ആയിരിക്കും. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് 0യിൽ നിന്ന് VDDയിലേക്ക് ഇൻപുട്ട് ചേഞ്ച് ആവുന്നു. സോ ഔട്ട്പുട്ടും എന്താണ്? ലോവസ്റ്റ് 0യും ഹയസ്റ്റ് VDD ആയിരിക്കും. ഓക്കെ, സോ ഇൻപുട്ട് 0 volt ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇൻവെർട്ടറിൻ്റെ കേസിൽ VDD ആയിരിക്കും, വിച്ച് ഈസ് ഡിനോട്ടഡ് ആസ് ഔട്ട്പുട്ട് ഹൈ വോൾട്ടേജ്. ഓക്കെ, ഇവിടെ കിട്ടാവുന്ന മാക്സിമം വോൾട്ടേജ് അല്ലേ? സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ഔട്ട്പുട്ട് ഹൈ വോൾട്ടേജ്. എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? VOH, ഔട്ട്പുട്ട് ഹൈ വോൾട്ടേജ്. ഓക്കെ, സിമിലർലി വെൻ Vin is equal to VDD, ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് is equal to 0 volt, which is denoted as output low voltage, that is VOL. So voltage transfer characteristics is obtained by starting with input voltage of 0 volt and then increase up to VDD. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പെർട്ടിക്കുലർ CMOS ഇൻവെർട്ടറിൻ്റെ DC ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ്? ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ആണെന്ത്? DC ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഒരു CMOS ഇൻവെർട്ടറിൻ്റെ ഡയഗ്രാം എങ്ങനെയാണ്. ഇവിടെ ഒരു PMOS ഉണ്ടാവും. PMOS ഈസ് കണക്റ്റഡ് ടു VDD, NMOS ഈസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആണ്. ഇൻപുട്ട് ലോ ആകുമ്പോൾ എന്താണ്? PMOS ഓൺ ആയിരിക്കും, NMOS ഓഫ് ആയിരിക്കും. അത് നമുക്കറിയാവുന്ന കേസല്ലേ. ഇപ്പോൾ NMOSലൊരു ഹൈ വോൾട്ടേജ് വന്നാലേ ഓൺ ആവുള്ളൂ, ബട്ട് PMOS എന്നാണ് ലോയ്ക്കാണ് ഓൺ ആവുക. സോ ഇൻപുട്ട് ലോ ആണെങ്കിൽ NMOS ഓഫ് ആയിരിക്കും, PMOS ഓൺ ആയിരിക്കും. അപ്പോൾ ഇതൊരു സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ ഇത് ഓൺ ആകുകയാണെങ്കിൽ ഔട്ട്പുട്ട് നോഡ് എന്തിലേക്ക് കണക്റ്റഡ് ആണ്? VDDയിലേക്ക് കണക്റ്റഡ് ആണ്. സോ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. സിമിലർലി ഇൻപുട്ട് ഹൈ ആകുമ്പോൾ PMOS ഓഫ് ആണ്, NMOS ഓൺ ആയിരിക്കും. NMOS ഓൺ ആണെങ്കിൽ ഔട്ട്പുട്ട് കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആണ്. സോ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 volt ആയിരിക്കും. അതാണ് ഇൻവെർട്ടറിൻ്റെ ഒരു ബേസിക് വർക്കിംഗ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ DC ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷനാണ്. സോ എക്സ് ആക്സിൽ എന്തായിരിക്കും? ഇൻപുട്ട് ആയിരിക്കും. ഇൻപുട്ട് വേരി ചെയ്യുമ്പോഴുള്ള ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ കറസ്പോണ്ടിങ് ചേഞ്ച് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. സോ Y ആക്സിൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻപുട്ട് 0 ആകുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പോൾ ഇൻപുട്ട് 0 എന്ന് വെച്ചാൽ മീനിങ് നമ്മൾ എന്താണ്? ലോജിക് 0, ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് വോൾട്ടേജ്. ലോജിക് 0 ആകുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. സിമിലർലി ഇൻപുട്ട് ഹൈ ആകുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ലോ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇൻപുട്ട് ലോ ആകുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആണ്. ഔട്ട്പുട്ട് ഹൈ ആണെങ്കിൽ എന്തായിരിക്കും? PMOS, MB, MOS, PMOS, അതാണ് MB എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ ആ കേസിൽ എന്താണ്? PMOS ഓൺ ആണ്, NMOS ഓഫ് ആണ്. ഇനി ഇൻപുട്ട് ഹൈ ആവുന്ന കേസിൽ എന്താണ്? NMOS ഓൺ ആണ്, PMOS ഓഫ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻപുട്ട് ലോ ആകുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആണ്. പിന്നെ ഇൻപുട്ട് ഹൈ ആകുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? ലോ ആകുന്നു നമ്മൾ ഓൾറെഡി അറിയാം. സോ ഡയറക്റ്റ്ലി 0 ആവില്ല, ബട്ട് ഒരു ട്രാൻസിഷൻ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു അതിൻ്റെ റീസണൊക്കെ. ഓക്കെ, അപ്പോൾ സോ ഇവിടെ എന്താണ്? ഇൻപുട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് എന്താണ്? ഒരു പെർട്ടിക്കുലർ റേഞ്ച് കഴിഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് പിന്നെ റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് മീൻസ് ആ ലോജിക് 0 എന്നുള്ളൊരു റേഞ്ച് കഴിഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട്
സീറോയിലേക്കുള്ള ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസിഷൻ സ്റ്റാർട്ടിങ് പോയിന്റിനെ നമ്മൾ എ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ഇവിടുത്തെ ഒരു കർവ് അല്ലെ സ്ലോപ്പ്, നമ്മൾ 2 സ്ലോപ്പ് കൺസിഡർ ചെയ്യുന്നുണ്ട്, എയും ബിയും. അപ്പോൾ ഇവിടെ എ എന്ന് വെച്ചാൽ എന്താണ്, ഹൈന്ന് ലോയിലേക്കുള്ള ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബി എന്താണ്, ഇവിടുത്തെ ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയി സീറോയിലേക്ക് വന്നു കഴിഞ്ഞു, അതാണ് ബി. അപ്പോൾ ഈ എ എന്നുള്ളൊരു പോയിന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യില്ലേ, അപ്പോഴുള്ള കറസ്പോണ്ടിങ് ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഇൻപുട്ട് ലോ വോൾട്ടേജ്. സോ VIL മീൻസ് എന്താണ്, വി വോൾട്ടേജ്, IL എന്താണ്, ഇൻപുട്ട് ലോ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഹൈന്ന് ലോയിലേക്കുള്ള ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഇൻപുട്ട് ലോ വോൾട്ടേജ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ഒരു CMOS ഇൻവെർട്ടറിൻ്റെ ലോജിക് 0 എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ചാണ് കൺസിഡർ ചെയ്യുന്നത്. 0യിൽ നിന്ന് VIL വരെയുള്ള റേഞ്ച് ആണെന്ത്, ലോജിക് 0. സോ 0 to VIL വോൾട്ടേജ് ഈസ് ഡിനോട്ടഡ് ആസ് ലോജിക് 0. സിമിലർലി ഇവിടെ ഔട്ട്പുട്ട് കറക്റ്റ് ആ 0യിലേക്ക് വരുന്ന ആ എൻഡിങ് പോയിന്റിലെ ട്രാൻസിഷൻ എൻഡ് ആവുന്ന പോയിന്റ് കറക്റ്റ് 0യിലേക്ക് വരുന്ന പോയിന്റ് ആണെന്ത്, VIH, ദാറ്റ് ഈസ് ഇൻപുട്ട് ഹൈ വോൾട്ടേജ്. എന്ന് വെച്ചാൽ ഇൻപുട്ട് എന്താണ്, ഹൈ ആവാൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇതുവരെ ഇൻപുട്ട് ലോ ആണ്, 0യിൽ നിന്ന് VIL വരെ എന്താണ്, ഇൻപുട്ട് ലോ ആണ്. ബട്ട് ഇത് കഴിഞ്ഞാൽ എന്താണ്, ഇൻപുട്ട് ഹൈ ആണ്, ദാറ്റ് ഈസ് ലോജിക് 1 ആണ്. അപ്പോൾ എന്താണ്, കറക്റ്റായിട്ട് ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഔട്ട്പുട്ട് 0 ആവുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് VIH. അപ്പോൾ VILും VIHും ക്ലിയർ ആയില്ലേ. VIL ഈസ് ഇൻപുട്ട് ലോ വോൾട്ടേജ്, VIH എന്താണ്, ഇൻപുട്ട് ഹൈ വോൾട്ടേജ്. ഇൻപുട്ട് ലോ വോൾട്ടേജ് എന്താണ്, 0യിൽ നിന്ന് ആ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന, ഹൈയിൽ നിന്ന് ലോയിലേക്കുള്ള ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വോൾട്ടേജ് ആണ് VIL. അതുപോലെ നമുക്ക് ട്രാൻസിഷൻ എൻഡ് ചെയ്ത് കറക്റ്റ് 0യിലേക്ക് വരുന്ന ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്ന് VIH. സോ ലോജിക് 0 എന്തായിരിക്കും, 0 to VIL ആണ്. ലോജിക് 1 എന്താണ്, VIH to നമ്മുടെ മാക്സിമം വോൾട്ടേജ് എന്താണ്, VDD. സോ VIH to VDD ആണെന്ത് ലോജിക് 1. ഇനി നമുക്കിനി ഇൻ ബിറ്റ്വീൻ എന്താണ് സംഭവിക്കുക നോക്കാം. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എന്താണ്, ഒരു ട്രാൻസിഷനാണ്, ഹൈന്ന് ലോയിലേക്കുള്ള ട്രാൻസിഷനാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാറ്റിക് പവർ ഡിസിപ്പേഷനിലൊക്കെ പറഞ്ഞില്ലേ, ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ NMOSൻ്റെ കേസ് എന്താണ്, NMOSലേക്ക് ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് വന്നാൽ NMOS ഓൺ ആവും. ഓക്കെ, ഇപ്പോൾ ത്രെഷോൾഡ് വോൾട്ടേജ് എത്തേണ്ട താമസം NMOS ഓൺ ആയി. ബട്ട് PMOS ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ഹൈ ആയി കഴിഞ്ഞാൽ മാത്രമേ PMOS ഓഫ് ആവുള്ളൂ. അപ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ ഒരു ചെറിയൊരു പോയിന്റ് ഓഫ് ടൈമിൽ രണ്ടും ഓൺ ആയിരിക്കും. അതാണ് ഇവിടെ ഞാൻ രണ്ടും ഓൺ ആയിട്ട് വരച്ചിരിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ആ മിഡിൽ വോൾട്ടേജിൻ്റെ ടൈമിൽ എന്താണ്, 2 ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും. 2 ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, VDDയിൽ നിന്ന് ഗ്രൗണ്ടിലേക്കൊരു ഡയറക്റ്റ് കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ PMOSലെ കറണ്ടിനെയാണ് IDB എന്ന് ഡിനോട്ട് ചെയ്യുക, NMOSൻ്റെ കറണ്ടിനെയാണ് IDN എന്ന് ഡിനോട്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ആ പവർ ഡെസിപ്പേഷൻ്റെ കേസിൽ പറഞ്ഞത്, സ്റ്റാറ്റിക് പവർ ഡെസിപ്പേഷൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ ട്രാൻസിഷൻ്റെ ഈ മിഡിൽ പോയിന്റിൽ, ആ മിഡിൽ പോയിന്റിൽ എന്താണ്, 2 ട്രാൻസിസ്റ്റർ ഓൺ ആണ്. 2 ട്രാൻസിസ്റ്റർ ഓൺ ആണ്, 2 ട്രാൻസിസ്റ്ററും സാച്ചുറേഷൻ റീജിയണിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ മിഡിൽ പോയിന്റിനെ നമ്മൾ എന്താണ്, VM എന്ന് ഡിനോട്ട് ചെയ്തത്. ആ മിഡിൽ പോയിന്റിന് എന്താണ്, VM എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് മിഡ് പോയിന്റ് വോൾട്ടേജ്. അപ്പോൾ കറക്റ്റ് ഈ ഹൈന്ന് ലോയിലേക്കുള്ള ട്രാൻസിഷൻ്റെ സെൻറ്റർ പോയിന്റ് ആണെന്ത്, മിഡ് പോയിന്റ് വോൾട്ടേജ് VM. അപ്പോൾ ആ ടൈമിൽ എന്താണ്, ഓൾമോസ്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും സെയിം ആണ്. ഡയഗ്രം കാണുമ്പോഴേ മനസ്സിലാവുന്നില്ലേ, ഇൻപുട്ട് വോൾട്ടേജ് ഏകദേശം ഈ റേഞ്ചാണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ സെൻറ്ററിലാണ്. സോ ഈ മിഡ് പോയിന്റ് വോൾട്ടേജ് എന്താണ്, ഔട്ട്പുട്ടും ഇൻപുട്ടും സെയിം ആയിരിക്കും. അവിടുത്തെ കേസിൽ എന്താണ്, 2 ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും, രണ്ടും സാച്ചുറേഷൻ റീജിയണിലായിരിക്കും. സോ ആ ടൈമിൽ നമുക്ക് VDDയിൽ നിന്ന് ഗ്രൗണ്ടിലേക്കൊരു ഡയറക്റ്റ് കറണ്ട് ഫ്ലോ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെന്താണ്, പിന്നെ PMOS അങ്ങ് കട്ട് ഓഫിലേക്ക് വരും, NMOS എന്താണ്, ഓണിലേക്ക് വരും, ലീനിയർ റീജിയണിലേക്ക് വരും. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണ്, ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ PMOS ലീനിയർ റീജിയനാണ്, NMOS കട്ട് ഓഫ് ആണ്. ഇനി ഈ ബിറ്റ്വീനിലേക്ക് വരുമ്പോൾ എന്തായി, 2 മോസും സാച്ചുറേഷൻ റീജിയനിലായിരിക്കും. പിന്നെ ഈ എൻഡിലേക്ക് വരുമ്പോൾ എന്താണ്, NMOS ഓൺ ആയി, NMOS ലീനിയർ റീജിയൻ ആയിരിക്കും, PMOS എന്താണ്, കട്ട് ഓഫ് റീജിയൻ ആയിരിക്കും. അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ. സോ അപ്പോൾ ഈ ഡയഗ്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് X ആക്സിൽ Vin ആണ്, Y ആക്സിൽ എന്താണ്, Vout ആണ്. ലോജിക് 0 വരെയുള്ള വോൾട്ടേജ് റേഞ്ചിൽ എന്താണ്, ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ദെൻ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ VIL എന്ന് ഡിനോട്ട് ചെയ്യുക. അതിൻ്റെ ട്രാൻസിഷൻ എൻഡ് ചെയ്ത് 0യിലേക്ക് വരുന്ന പോയിന്റിനെ VIH എന്ന് ഡിനോട്ട് ചെയ്യുക. ഇതിൻ്റെ ആ കറക്റ്റ് മിഡ് പോയിന്റുള്ള വോൾട്ടേജിനെ VM എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഈ 0 to VIL ആയിരിക്കും ലോജിക് 0, VIH to VDD ആയിരിക്കും ലോജിക് 1. ഇതെല്ലാം കറക്റ്റായിട്ട് ഡിനോട്ട് ചെയ്യുക. ഇവിടെ PMOS ഓൺ ആണ്, NMOS ഓഫ് ആണ്, ഇതൊക്കെ നോട്ട് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ എഴുതാം കേട്ടോ. ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിന് ഇതിനെ ഡിഫറെൻറ്റ് റീജിയനായിട്ട് കൺസിഡർ ചെയ്യുക. റീജിയൻ 1ൽ PMOS ഓൺ, NMOS ഓഫ്. ഇത് ഏത് റീജിയനിലാണ്, MB ലീനിയർ റീജിയനാണ്, ഇത് കട്ട് ഓഫ് റീജിയനാണ്. പിന്നെ ഇത് റീജിയൻ B ആയിട്ട് എടുക്കുക, റീജിയൻ C ആയിട്ട് എടുക്കുക. അങ്ങനെയൊക്കെ എക്സാമിന് എഴുതാം കേട്ടോ.
അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒരു മിഡ് പോയിൻറ്റ് വോൾട്ടേജിൻ്റെ ഒരു ഡിറൈവ് ചെയ്ത് നോക്കണം. ആക്ച്വലി ഈ മിഡ് പോയിൻറ്റ് വോൾട്ടേജ് എന്തിൽ ഡിപ്പെൻഡ് ആണ്? അപ്പോൾ നമുക്കൊരു CMOS ഇൻവെർട്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ ആ മിഡ് പോയിൻറ്റ് വോൾട്ടേജ് എന്ത് വാല്യൂവിൽ ഡിപ്പെൻഡ് ആയിരിക്കും മിഡ് പോയിൻറ്റ് വോൾട്ടേജ്. അതിന് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? ആ മിഡ് പോയിൻറ്റ് വോൾട്ടേജ് ഡിറൈവ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. നമുക്ക് NMOS എന്നാണ് ഗ്രൗണ്ടിലേക്ക് കണക്റ്റഡ് ആണ്, PMOS VDഡിലേക്ക് കണക്റ്റഡ് ആണ്. സോ NMOSൻ്റെ ഈ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്തായിരിക്കും? Vin തന്നെയായിരിക്കും. ബട്ട് PMOSൻ്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്തായിരിക്കും? VDD മൈനസ് Vin ആയിരിക്കും. അറിയാവുന്നതല്ലേ? VDD മൈനസ് Vin ആയിരിക്കും ഇവിടുത്തെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. സിമിലർലി ഔട്ട്പുട്ട് NMOSൻ്റെ VDSN എന്താണ്? Vout ആണ്. ബട്ട് PMOSൻ്റെ കേസിൽ എന്താണ്? PMOS VDഡിലേക്ക് കണക്റ്റഡ് ആണ്. സോ ഇവിടുത്തെ VDSN എന്തായിരിക്കും? Vout മൈനസ് VDD ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഡെറിവേഷൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? VMൻ്റെ മിഡ് പോയിൻറ്റ് വോൾട്ടേജിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യുകയാണ്. അപ്പോൾ മിഡ് പോയിൻറ്റ് വോൾട്ടേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ സെൻറ്റർ പോയിൻ്റ് ആണ്. ആ പോയിന്റിൽ എന്താണ്? രണ്ട് ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും, രണ്ടും സാച്ചുറേഷൻ റീജിയനിലായിരിക്കും, രണ്ടിലും ഒരു സെയിം കറണ്ട് ഫ്ലോ ആയിരിക്കും. സോ ആ ടൈമിൽ എന്താണ്? IDNനും IDPയും സെയിം ആണ്. IDN മീൻസ് NMOSൻ്റെ ഡ്രെയിൻ കറണ്ട്, ഇത് PMOSൻ്റെ ഡ്രെയിൻ കറണ്ട്, രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതണം. അപ്പോൾ നിങ്ങൾ സർക്യൂട്ടിലൊക്കെ പഠിച്ചിട്ടില്ലേ? MOS ട്രാൻസിസ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലീനിയർ റീജിയനിലെ കറണ്ടിൻ്റെ ഇക്വേഷൻ, സാച്ചുറേഷൻ റീജിയനിലെ കറണ്ടിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് MOSും എന്താണ്? സാച്ചുറേഷൻ റീജിയൻ ആണ്. സാച്ചുറേഷൻ റീജിയനിലെ ഇക്വേഷൻ എന്തായിരുന്നു? β/2 × Vin മൈനസ് VT ദ ഹോൾ സ്ക്വയർ. അതിൻ്റെ ഡെറിവേഷനൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇത് β/2 × Vin മൈനസ് ത്രെഷോൾഡ് വോൾട്ടേജ് ദ ഹോൾ സ്ക്വയർ ആണെന്ത്? ഒരു MOSൻ്റെ സാച്ചുറേഷൻ റീജിയനിലെ കറണ്ട് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് IDN എന്താണെന്ന് എഴുതണം. IDN മീൻസ് NMOSൻ്റെ ഡ്രെയിൻ കറണ്ട് ആണ്. സോ അപ്പോൾ നമുക്ക് എന്താ എഴുതാം? βN/2, NMOSൻ്റെ ബീറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഗെയിൻ ഫാക്ടർ ആണ്. സോ β/2 × Vin മൈനസ് ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് NMOS ദ ഹോൾ സ്ക്വയർ. അതുപോലെ നമുക്ക് PMOSൻ്റെ എഴുതണം βP/2. പിന്നെ ഇവിടെ Vin എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ Vin എന്താണ് അവിടെ? PMOSൻ്റെ കേസിൽ VDD മൈനസ് Vin ആണ് അവിടുത്തെ VGSN, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ് എഴുതേണ്ടത്. ഇവിടെ IDNൽ Vin തന്നെയാണ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. ഇവിടെ എന്താണ്? VDD മൈനസ് Vin ആണ്. ദെൻ PMOSൻ്റെ ത്രെഷോൾഡ് വോൾട്ടേജ്. അപ്പോൾ ആക്ച്വലി എന്താണ് എൻ്റെ ഇക്വേഷൻ? β/2 × Vin മൈനസ് VT ദ ഹോൾ സ്ക്വയർ ആണ്. ഇവിടുത്തെ Vin എന്താണ്? VDD മൈനസ് Vin ആണ്. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു Vinനും Vouട്ടും എന്താണ്? ആക്ച്വലി ഇവിടെ മിഡ് പോയിൻറ്റ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ Vinനെ VM എന്ന് തന്നെ ഡിനോട്ട് ചെയ്യുക, കാരണം നമ്മളിപ്പോൾ VM ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജിന് VM എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ LHSലും RHSലും βP കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താവും? βN/βP ആവും. ഇവിടെ എന്താണ്? βP/βP. βP ക്യാൻസൽ ആയി പോകും. പിന്നെ ഈ 2 × 2 ക്യാൻസലായി. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഡിവൈഡിങ് ബൈ βP, ദെൻ ടേക്കിംഗ് സ്ക്വയർ റൂട്ട്. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്താണ്? ഈ സ്ക്വയർ പോവും, ഇവിടെ ഒരു സ്ക്വയർ ടേം വരും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്താവും? ഈ രണ്ട് ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ βP കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ദെൻ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടുക? √βN/βP × Vm മൈനസ് VTN. ഈ സ്ക്വയർ പോയി, സ്ക്വയർ റൂട്ട് എടുത്തപ്പോൾ ഇവിടെ എന്താണ്? βP/βP ഒക്കെ ക്യാൻസലായി പോയി. പിന്നെ എന്താണ്? ഈ ടൈമേ ഉള്ളൂ, ഇതിൻ്റെ സ്ക്വയർ പോയി. സോ എന്താവും? VDD മൈനസ് Vm മൈനസ് VTP. ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് Vm കാൽക്കുലേറ്റ് ചെയ്തൂടെ? ആദ്യം ഇതിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താവും? ഈ ഫംഗ്ഷൻ × Vm മൈനസ് ദിസ് ഫംഗ്ഷൻ × VTN എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യുന്നത്? Vmൻ്റെ ടേംസ് എല്ലാം ഒരു LHSലേക്ക് വരുത്തുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് Vm വരിക. അപ്പോൾ ഇവിടെ മൈനസ് Vm, ഇവിടെ വരുമ്പോൾ പ്ലസ് Vm ആവും. ഈ മൈനസ് VTN √βN/βP × VTN എന്നുള്ള ടൈമില്ലേ, ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ √βN/βP × Vm പ്ലസ് Vm, റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വന്ന Vm = ഈ ഹോൾ ടൈം. ഓക്കെ, ഇനി ഇവിടുന്ന് Vm കോമൺ എടുക്കുക. Vm കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് Vmൻ്റെ ഇക്വേഷൻ എഴുതിക്കൂടെ? അപ്പോൾ ഇതാണ് നമുക്ക് ലാസ്റ്റ് Vm മിഡ് പോയിൻറ്റ് വോൾട്ടേജ് ഇക്വേഷൻ കിട്ടുക. VDD മൈനസ് VTP പ്ലസ് √βN/βP × VTN ബൈ 1 പ്ലസ് √βN/βP. ഇതാണ് മിഡ് പോയിൻറ്റ് വോൾട്ടേജ് ഇക്വേഷൻ. ഇനി നമുക്ക് ഈ മിഡ് പോയിൻറ്റ് വോൾട്ടേജ് ഇക്വേഷനെ ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ മിഡ് പോയിൻറ്റ് വോൾട്ടേജ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താണ്? ഈ ഒരു ഫാക്ടറാണ്. ഇവിടുത്തെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഈ ഒരു വാല്യൂവിൽ ഡിപ്പെൻഡാണ് മിഡ് പോയിൻറ്റ് വോൾട്ടേജ്. പിന്നെ ഇവിടെ VDD ഇത് കോൺസ്റ്റൻ്റ് ആണ്, ത്രെഷോൾഡ് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്, ഇവിടുത്തെ ത്രെഷോൾഡ് വോൾട്ടേജും കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഇവിടെയുള്ളൊരു വേരിയിങ് ഫാക്ടർ എന്താണ്? ഈ √βN/βP ആണ്. അപ്പോൾ ഈ ബീറ്റ വാല്യൂ എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും എന്ത്? മിഡ് പോയിൻറ്റ് വോൾട്ടേജ്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഈ ബീറ്റ വാല്യൂ നോക്കാം. ബീറ്റയുടെ ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിച്ചിട്ടില്ലേ? ബീറ്റ മീൻസ് എന്താണ്? K × W/L എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. K മീൻസ് എന്താണ്? μ × COX ആണ്. സോ βN ൻ്റെ ഇക്വേഷൻ എന്താണ്? μN, അതിൻ്റെ NMOSൻ്റെ മൊബിലിറ്റി.
അപ്പോൾ NMOSൽ മെജോറിറ്റി ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ മൊബിലിറ്റി. ഓക്കെ, ഇൻറ്റു COX ഓക്സൈഡ് കപ്പാസിറ്റൻസ് ഇൻറ്റു WL റേഷ്യോ ആണ്. അപ്പോൾ NMOSൻ്റെ വിഡ്ത്ത് ലെങ്ത് റേഷ്യോ. ഇതാണ് ബീറ്റ ഇക്വേഷൻ. സോ ബീറ്റ ഇക്വേഷൻ എന്താണ്? മൊബിലിറ്റി ഇൻറ്റു ഓക്സൈഡ് കപ്പാസിറ്റൻസ് ഇൻറ്റു വിഡ്ത്ത് ലെങ്ത് റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് ബീറ്റ എന്നിനെയും ബീറ്റ പിയുടെയും ബീറ്റ എൻ ബൈ ബീറ്റ പിയിലല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടുത്തെ മിഡ് പോയിൻറ്റ് വോൾട്ടേജ് ബീറ്റ എൻ ബീറ്റ പി റേഷ്യോയിൽ ഡിപ്പെൻഡ് ആണ്. സോ നമുക്ക് ആദ്യം ആ ബീറ്റ എൻ ബീറ്റ പി റേഷ്യോ ഇക്വേഷൻ എഴുതുക. ഓക്കെ, ഇനി ഇവിടുത്തെ കേസ് നോക്കി കഴിഞ്ഞാൽ NMOSൻ്റെ മൊബിലിറ്റി എന്താണ്? അത് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. ഇലക്ട്രോൺസിൻ്റെ ആ മെജോറിറ്റി ക്യാരിയേഴ്സിൻ്റെ എന്താണോ മൊബിലിറ്റി അത്. അതുപോലെ ഇവിടെ PMOSൻ്റെയും മൊബിലിറ്റി ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ്. ഇനി COX ഓക്സൈഡ് കപ്പാസിറ്റൻസ് ആക്ച്വലി NMOSൻ്റെയും PMOSൻ്റെയും എടുത്താൽ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്? വിഡ്ത്ത് ലെങ്ത് റേഷ്യോ ആണ്. വിഡ്ത്ത് ലെങ്ത് റേഷ്യോ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസിസ്റ്ററിൻ്റെ ജിയോമെട്രിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ആക്ച്വലി ബീറ്റ എൻ ബൈ ബീറ്റ പി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തിലാണ് മെയിൻലി ഡിപ്പെൻഡ്? ഇതിൻ്റെ ഒരു സൈസിൽ ഡിപ്പെൻഡ് ആണ്. കാരണം ഓക്സൈഡ് കപ്പാസിറ്റൻസ് മൊബിലിറ്റിയൊക്കെ ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. പിന്നെ ഇവിടെ നമുക്ക് വേരി ചെയ്യാവുന്ന എന്താണ്? വിഡ്ത്ത് ലെങ്ത് റേഷ്യോ ആണ്. അപ്പോൾ ഈ വിഡ്ത്ത് ലെങ്ത് റേഷ്യോയിൽ ഡിപ്പെൻഡ് ആയിരിക്കുന്നത് ബീറ്റ വാല്യൂ. അപ്പോൾ ആക്ച്വലി നമുക്ക് എന്താ ഡിറൈവ് ചെയ്തപ്പോൾ കിട്ടിയത്? മിഡ് പോയിൻറ്റ് വോൾട്ടേജ് ബീറ്റ എൻ ബീറ്റ പി എൻ്റെ ഗെയിൻ ഫാക്ടറിൽ ഡിപ്പെൻഡ് ആണ്. ഇനി ബീറ്റ എൻ ബീറ്റ പി മെയിൻലി എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നു? അവിടുത്തെ വിഡ്ത്ത് ലെങ്ത് റേഷ്യോയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഇവിടുത്തെ സ്വിച്ചിങ് പോയിൻറ്റ് അല്ലെങ്കിൽ മിഡ് പോയിൻറ്റ് വോൾട്ടേജ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സൈസ് ഓഫ് ട്രാൻസിസ്റ്റർ. അപ്പോൾ നമ്മൾ CMOS ഇൻവെർട്ടറിലെ NMOSൻ്റെയും PMOSൻ്റെയും സൈസ് എത്രയാണോ, അവിടുത്തെ വിഡ്ത്ത് ലെങ്ത് റേഷ്യോ എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ഒരു ചേഞ്ച് എവിടെ ഉണ്ടാവും? അവിടുത്തെ ബീറ്റ എൻ ബീറ്റ പി റേഷ്യോയിലുണ്ടാവും. ബീറ്റ എൻ ബീറ്റ പി റേഷ്യോ എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും CMOS ഇൻവെർട്ടറിൻ്റെ മിഡ് പോയിൻറ്റ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ മിഡ് പോയിൻറ്റ് വോൾട്ടേജ് കഴിഞ്ഞാണ് ഔട്ട്പുട്ട് ചേഞ്ച് ആവുന്നത്. അപ്പോൾ മിഡ് പോയിൻറ്റ് വോൾട്ടേജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു CMOS ഇൻവെർട്ടറിൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ DC ക്യാരക്ടറിസ്റ്റിക്സിൽ അറിഞ്ഞിരിക്കാനുള്ളത്. അപ്പോൾ ഡയഗ്രാം എക്സാമിനൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ആ ഡയഗ്രാം നീറ്റായിട്ട് വരയ്ക്കുക. ഈ മിഡ് പോയിൻറ്റ് വോൾട്ടേജിൻ്റെ ഇക്വേഷനും ഡിറൈവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ DC അനാലിസിസ്. നിങ്ങൾക്ക് DC ക്യാരക്ടറിസ്റ്റിക്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടമാകുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.